ഇന്നൊരു വെറൈറ്റി പായസം കാണിച്ചു തരട്ടെ. ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ചക്ക അട പാൽ പായസം. അതിന് ചക്ക എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ളത് തന്നെ ചക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ചെറുതാക്കി ഒന്ന് നുറുക്കിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ചക്കന ഒന്ന് മുറിച്ചെടുക്കുക, അതൊന്ന് മാറ്റി വെക്കുക. അപ്പോഴേക്കാളും ഇത് ഉണ്ടാക്കാനെടുക്കുന്ന ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് 2 അച്ചുവലം ശർക്കര ഞാൻ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഉരുകി വരുമ്പോഴേക്കാളും നമ്മൾ നുറുക്കി വെച്ച ചക്കയില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയും ഉരുകി വന്നപ്പോൾ തന്നെ ഞാൻ ആ ചക്ക ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് വിളയിച്ചെടുക്കത്തില്ലേ, നല്ലോണം ശർക്കര നീരൊക്കെ വറ്റി ഇതായിട്ടൊന്ന് വിളഞ്ഞു വരുന്ന ആ പാകമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഒരു സ്റ്റിക്കി പോലെ ഇരിക്കും, നല്ല ഹാർഡായിട്ടിരിക്കുന്ന ടൈമിലാണ് ഇത് ചക്ക ഒന്ന് വെന്തും തന്നെ വെള്ളം ഒന്ന് പറ്റിയും കൂടി ആയിട്ട് ഒന്ന് വരണേ. ആ സമയം കൊണ്ട് നമുക്കൊരു സോസ് പാൻ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 2 പിടിയോളം ചവ്വരി ഇല്ലേ, ഈ ചെറിയ ചവ്വരി എന്ന് പറയണ ആ സംഭവം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 3/4 ഭാഗോളം വേവിച്ച് മാറ്റി വെക്കുക. അപ്പോൾ ചക്ക ഇതേപോലെ നല്ലോണം വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ നിങ്ങളുടെ അടർത്തി കുഴച്ചെടുക്കുന്ന രീതിക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം തന്നെ അത് ഉടഞ്ഞു വന്നം. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ടാണെങ്കിൽ അതൊന്ന് കൈ കൊണ്ട് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിനേക്കാളും ചവ്വരി വെന്തിട്ടുണ്ടായി, അത് ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇത് മട്ട അരിയില്ലേ, അതിൻ്റെ അടയാണ് കേട്ടോ. അത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ വേവിച്ചെടുക്കാം. ഇതും ഒരു പാതി വേവ് അല്ലെങ്കിൽ 3/4 വേവ് ആകുമ്പോൾ നമുക്കിതിനെ ഊറ്റി മാറ്റാവേ. അപ്പോഴേക്കാളും ഞാൻ ചക്കന ഒന്നും കൂടി ഒന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ. എന്നിട്ട് 3/4 ലിറ്റർ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ലിറ്റർ പാലും പിന്നെ ഒരു 2 ഗ്ലാസ് പാലും കൂടി ഇത്രയും എടുത്തിട്ടുള്ളേ. പിന്നെ ആ കവറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് അത് ചൂടാകുമ്പോൾ തന്നെ അതൊന്ന് മെൽറ്റായി തുടങ്ങുമല്ലോ, പാലും കൂടി ചേർന്ന് കഴിയുമ്പോൾ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ആ ചവ്വരി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചവ്വരിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് അടയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ചവ്വരി ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അട ഇട്ട് കൊടുത്താൽ മതിയേ. അടയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വെള്ള അടയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാനിതാണ് ഇട്ടത്. ഞാനിത് നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും ടേസ്റ്റ് അന്ന് വന്നിട്ടുണ്ടായില്ല കേട്ടോ. ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കളർ വന്നേക്കുന്നത് ശർക്കരയുടെ ആ കളറില്ലേ, അതാണ് ഈ വിളഞ്ഞു വന്നപ്പോഴുള്ള ആ ഒരു കളറാണ് ഇതിന് വന്നേക്കുന്നത്. ആവശ്യത്തിന് ഒരു 4 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓവർ മധുരം വേണ്ട. ഈ ഒരു പിടിക്ക് മധുരം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ലേ. പശുവും പാലിൽ ചക്ക പായസം ഉണ്ടാക്കി നോക്കാമല്ലോ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണേ. അങ്ങനെ പാകത്തിനുള്ള മധുരവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഒരു നുള്ള് ശർക്കരക്ക് ഉപ്പുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതായിട്ടുണ്ട്. അപ്പോഴേക്കാളും കശുവണ്ടി മുന്തിരിയും കൂടി നമ്മൾ വറുത്തെടുത്തില്ലേ, അതിന് വേണ്ടിയാണ്. ഇത് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് ഇടണമെന്ന് താല്പര്യമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും ഒരു 2 സ്പൂൺ നെയ്യെങ്കിലും ഒഴിച്ചു കൊടുക്കണം. ഇവിടെ കാഷ്യൂവും മുന്തിരിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നെയ്യിൽ വറുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അതിട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് അതൊന്ന് തിളച്ചൊന്ന് വരുമ്പോഴേക്കാളും ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കുന്നത്. പൊടി ഇട്ടിട്ടില്ല ഞാൻ ഈ ചെയ്തത്. ഇത് കാഷ്യൂവും കിസ്മിസും നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കണം. ഏലക്കായയുടെ പൊടി മാത്രമല്ല കേട്ടോ. കുറച്ച് ചക്ക ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്ക അട പായസം, പാൽ പായസം അങ്ങനെ റെഡിയായേ. ഇതിന് പേര് ഞാൻ തന്നെ ഇട്ടതാണ് കേട്ടോ. ഇങ്ങനെ ഒരു വെറൈറ്റി രീതിക്ക് ചക്ക അട പാൽ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ റെസിപ്പി ട്രൈ ചെയ്യാനായിട്ട് വന്നേക്കുന്നത് എൻ്റെ മൂത്ത മോളാണ് ഇവ. ഇളയാൾ ചേച്ചിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ ചാനലിന് ഇട്ടേക്കുന്നത്, ഇവോച്ചിന്ന്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.